പ്രാർത്ഥനയിൽ ഫെഡപ്പായി പോയവർ, പ്രാർത്ഥനയിൽ തളർന്നു പോയവർ, പ്രാർത്ഥനയിൽ മങ്ങിപ്പോയവർ, പ്രാർത്ഥന ഒരു ചടങ്ങായി കാണുന്നവർ അതിൽ നിന്നൊന്ന് മാറ്റട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് നമ്മെ പിടിക്കട്ടെ. ശിമയോൻ എന്ന പ്രാർത്ഥനക്കാരൻ, അവൻ പ്രാർത്ഥിച്ചത് യെരൂശലേമിൻ്റെ ആശ്വാസത്തിന് വേണ്ടി. യെരൂശലേമിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ണു മങ്ങിയിട്ടും അവൻ ബലം കുറഞ്ഞിട്ടും ആ വാഗ്ദത്തത്തെ എടുത്തവൻ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന വാചകം അവൻ പറയുന്നുണ്ട്. ഇപ്പോഴോ നാഥാ എന്നെ സമാധാനത്തോട് പറഞ്ഞു വിടുക, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്നായിരിക്കും നമുക്കൊന്ന് പറയാൻ പറ്റുന്നത്. കർത്താവേ എന്നെ ഒന്ന് കൊണ്ടുപോക്കോ, ഞാൻ ഓക്കെ ആണെന്ന് പറയാൻ എന്ന് പറ്റും. നമ്മൾ പ്രശ്നം കൂടുമ്പോൾ പറയും എന്നെ എടുത്തോണേ എന്ന് പറയും, അല്ലാതെ തൃപ്തിയോടെ ഒന്നും നമ്മൾ പറയുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിലെ വിശുദ്ധന്മാർ തൃപ്തിയോടെ സംസാരിച്ചിട്ടുണ്ട്. കർത്താവേ വേല തികച്ചു, എന്നെ കൊണ്ടുപോക്കോ. ഇപ്പോഴോ നാഥാ സമാധാനത്തോടെ എന്നെ പറഞ്ഞയക്കണമേ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷയെ എൻ്റെ കണ്ടുവല്ലോ. കാണേണ്ടത് കണ്ടു, എടുക്കേണ്ടത് എടുത്തു, അറിയേണ്ടത് അറിഞ്ഞു. ഇനി ഈ ജീവിതം പൂർത്തി, ആമേൻ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എന്നെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളുക. യേശുവിൻ്റെ നാമത്തിൽ ചിലതൊക്കെ കാണട്ടെ, ചിലതൊക്കെ എടുക്കട്ടെ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അകത്ത് ദൈവമേൽപ്പിച്ച അസൈൻമെന്റുകൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടും ഓട്ടം തികച്ചും വിശ്വാസം കാത്തും നിൽക്കുന്ന പൗലോസ് പറഞ്ഞു, എന്നെ എടുത്തുകൊള്ളുക, പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു, ദൈവം നിങ്ങളുടെ മേൽ തന്നതിനെ നിങ്ങൾ പൂർത്തീകരിക്കുക.